ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് മുതൽ അടുത്ത മൊഡ്യൂൾ പഠിക്കാൻ പോവുകയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫുൾ തിയറി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. ആദ്യം എല്ലാവരും അത് പഠിക്കുക. അതിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് പഠിക്കുന്നതിനൊപ്പം തന്നെ ആ ടൈപ്സ് ഓഫ് കോസ്റ്റിങ്ങും പഠിച്ചു പോവുക. അത് ഞാൻ വീണ്ടും ഇതിലെടുക്കുന്നില്ല. ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്താണ്, ബാച്ച് കോസ്റ്റിംഗ് എന്താണ്, അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമ്മുടെ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഇൻട്രൊഡക്ഷനും അതും ഒരുമിച്ച് തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പിന്നെ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് എന്ന രീതിയിലായിരിക്കും ബാക്കി പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ എത്ര മൊഡ്യൂൾ 4 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ മൊഡ്യൂൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുക, കൂടാതെ സപ്പോർട്ടും ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കോസ്റ്റ് അക്കൗണ്ടിങ് തുടങ്ങുവാണ്. ആദ്യം കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, കോസ്റ്റിംഗ് എന്താണ്, ഈ 3 ടേംസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എൻ്റർപ്രൈസിലെ ഓപ്പറേഷൻ കോസ്റ്റൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അത് ക്ലാസിഫൈ ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, അലോക്കേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വേരിയസ് കോസ്റ്റ് ഇൻക്വേർഡ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു വൈഡ് ടേമാണ്. ഒരു വൈഡ് ടേം ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമ്മുടെ കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും, ടെക്നിക്സ് ഉണ്ടാവും, അല്ലേ? അതൊക്കെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? കോസ്റ്റ് കൺട്രോൾ, അല്ലേ? കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ, പിന്നെയോ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, പ്രോഫിറ്റ് എത്രയുണ്ട് എന്നത് കണ്ടുപിടിക്കാനും, കൂടാതെ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനുമാണ് നമ്മൾ ഈ കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. അതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു വൈഡ് ടേമാണെന്നും പറയുന്നു. അടുത്ത ടേമാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റിംഗ് എന്തായിരിക്കും? കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സും പ്രോസസ്സുമാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് പ്രിൻസിപ്പിൾസും റൂൾസ് ഒക്കെ വരുന്നുണ്ട്, അല്ലേ? കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസും റൂൾസൊക്കെയാണ് ടെക്നിക്സ് എന്നതിൽ വരുന്നത്. അതേ നോക്കിയേ, ദ ടേം കോസ്റ്റ് സിഗ്നിഫൈസ് ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ടെക്നിക്സ് കൺസിസ്റ്റ് ഓഫ് എ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, കോസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 5 ഒബ്ജക്റ്റീവ്സ് ആണ്. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റ് പ്രസൻറ്റേഷൻ, കോസ്റ്റ് കൺട്രോൾ, പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ്റ്റ് അസർട്ടൈൻമെൻറ്റിൽ ഒരു 3 സ്റ്റെപ്സ് എന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. അതായത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഒക്കെ കുറേ കോസ്റ്റ് ഉണ്ടല്ലോ. അത് വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ അത് വെച്ച് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നു. എന്നിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട് കോസ്റ്റിംഗായി ബന്ധപ്പെട്ട്. ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ മെഷർ ചെയ്യുന്നു. ആദ്യം കോസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ കോസ്റ്റ് മെഷർ ചെയ്യുന്നു. അതെങ്ങനെ മെഷറാണ്? മെഷർമെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. പല പ്രൊഡക്ട്സിൻ്റെയും പ്രൊഡക്ഷൻ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ജോബ് കോസ്റ്റിംഗ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഈ 2 എണ്ണവും കൂടി നമ്മൾ ലിങ്ക് ചെയ്യുകയാണ്. പ്രൊഡക്ഷനും എക്സ്പെൻസും തമ്മിൽ നമ്മൾ ലിങ്ക് ചെയ്യുന്നു. അത് ടെക്നിക്സ് ഉപയോഗിച്ച് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന കോസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ അത് 2ഉം കൂടി ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ഏതായിരുന്നു? കോസ്റ്റ് എസ്റ്റിമേഷൻ. കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെയോ കോസ്റ്റ് പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോസ്റ്റ് പ്രസൻറ്റേഷൻ.
കോസ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് അല്ലെങ്കിൽ ആ കോസ്റ്റിൻ്റെ കാര്യങ്ങൾ, കോസ്റ്റ് ഡേറ്റ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആർക്കൊക്കെ? വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് കോസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ് ഇൻഫോർമേഷൻ റൈറ്റ് പേഴ്സണിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് ഫോമിൽ നമ്മൾ കൊടുക്കുന്നു. അതാണ് കോസ്റ്റ് പ്രസൻറ്റേഷനിൽ വരുന്നത്. കോസ്റ്റ് കൺട്രോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും കോസ്റ്റ് കൺട്രോൾ? നമ്മളെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, കോസ്റ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഓർഗനൈസേഷൻ്റെ എയിം എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മുന്നേറുക എന്നതായിരിക്കും. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ ആണ് ഇവിടെ കോസ്റ്റ് കൺട്രോളിൽ പറയുന്നത്. കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും നമുക്കല്ലാതെ പഠിക്കാനുണ്ട്. ഇനി കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ദ ഗൈഡൻസ് ആൻഡ് റെഗുലേഷൻ ബൈ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് അണ്ടർടേക്കിംഗ്. അതായത് എന്തൊക്കെ വരുന്നറിയോ? നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ ആക്ച്വലും ആ സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു. അതൊക്കെയാണ് ഈ കോസ്റ്റ് കൺട്രോളിൽ വരുന്നത്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് വണ്ണാണ് പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് ഇത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് കൂടിയാണ് അല്ലേ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ മാനേജ്മെൻറ്റിന് കറക്റ്റായിട്ടുള്ള ഡേറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? കോസ്റ്റ് അസർടൈൻമെൻറ്റ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റ് പ്രസൻറ്റേഷൻ, കോസ്റ്റ് കൺട്രോൾ, പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇനി നമുക്ക് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. എന്താണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് നോക്കണം. എന്താണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്? A responsibility center is a unit of function of an organization headed by a manager having direct responsibility for its performance. മാനേജർ ഹെഡായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ യൂണിറ്റ് ആയിരിക്കും ഈ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. ആ മാനേജർ ആയിരിക്കും എല്ലാ ആക്ടിവിറ്റീസിനും അതോടൊപ്പം തന്നെ റിസൾട്ട്സിനും റെസ്പോൺസിബിൾ ആയിട്ട് ഉണ്ടാവുക. അതാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എടുക്കാം. ഇപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കും ഹെഡായിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനാണ്, ആ പ്രൊഡക്ഷൻ മാനേജറിനാണ് അവിടെ ഹെഡായിട്ടുള്ളത് അല്ലേ, അദ്ദേഹമാണ് ഹെഡായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും എല്ലാ റിസൾട്ട്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ആ മാനേജർക്കായിരിക്കും. അതാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൽ പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും 5 ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആണുള്ളത്. ഏതൊക്കെയാണ്? കോസ്റ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ആൻഡ് കോൺട്രിബ്യൂഷൻ സെൻറ്റർ. എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് നോക്കി. ആദ്യം കോസ്റ്റ് സെൻറ്ററും പ്രോഫിറ്റ് സെൻറ്ററുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്, കോസ്റ്റ് നമുക്കറിയാം, ഒരു കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഒരു സബ് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് കളക്റ്റഡ് സെപ്പറേറ്റ്ലി. കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ സബ് യൂണിറ്റുമാണ്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ആവാം, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഐറ്റം ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഗ്രൂപ്പ്സ് ആവാം. അവിടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നു. പിന്നെയോ കോസ്റ്റ് കൺട്രോൾ, ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. എന്നിട്ട് കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയിട്ടും കണക്കാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഓഫ് സിമിലർ ആക്ടിവിറ്റീസ് ആയിട്ടും, കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സിമിലർ ആക്ടിവിറ്റീസ് ആയിട്ടും ഈ കോസ്റ്റ് സെൻറ്ററിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റർ ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ, സർവീസ് കോസ്റ്റ് സെൻറ്റർ, പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ, ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ ആൻഡ് പ്രോസസ് കോസ്റ്റ് സെൻറ്റർ, ദെൻ ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ. അങ്ങനെ 6 ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്ററും നമുക്കുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രൊഡക്ഷനായിട്ട് കൺസേൺ ചെയ്ത്, ഇപ്പം മെഷീൻ ഷോപ്പ്, വെൽഡിംഗ് ഷോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സർവീസിൽ എന്ത് വരും? വാട്ടർ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്, അതൊക്കെ. പേഴ്സണൽ കോസ്റ്റ് സെൻറ്ററിൽ ഇപ്പം മാനേജർ, ഫോർമാൻ, സ്റ്റോർ കീപ്പർ, അവരുടെ ഇതൊക്കെ കോസ്റ്റൊക്കെയാണ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്ററിൽ വരുന്നത്. ഇംപേഴ്സണൽ എന്ന് പറയുന്നതിൽ എന്താ വെച്ചാൽ എക്യുപ്മെൻറ്റ്സ്,
ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഇപ്പോൾ എന്താണ് മെഷീൻസിൻ്റെ സ്റ്റോർ യാർഡിൻ്റെയൊക്കെയാണ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്ററിൽ വരുന്നത്. പിന്നെ പ്രോസസ് കോസ്റ്റ് സെൻറ്ററിൽ എന്തായിരിക്കും വരും, ഓരോ പ്രോസസ്സ് അല്ലേ, കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും പ്രോസസ് കോസ്റ്റ് സെൻറ്ററിൽ വരുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെൻറ്ററിൽ വരുന്നത് മെഷീൻസിൻ്റെ അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെയൊക്കെ ഓപ്പറേഷൻ, ഇപ്പം മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എൻഗേജ്ഡ് ഇൻ ബിൽഡിംഗ്, അതൊക്കെയാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന് സബ് യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രോഫിറ്റ് സെൻറ്റർ. പ്രോഫിറ്റ് സെൻറ്ററും റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെ തന്നെയാണ്. അപ്പോൾ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? The segment of activity of a business which is responsible for both revenue and expenses and discloses the profit of a particular segment of activity. റവന്യൂ അതോടൊപ്പം തന്നെ എക്സ്പെൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണിത് ഈ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പ്രോഫിറ്റ് ആയിരിക്കും ടാർഗറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അത് മാക്സിമൈസ് ചെയ്യാനുള്ള എഫേർട്സ് ഒക്കെ കൂടുതലായിട്ട് എടുക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പ്രോഫിറ്റ് സെൻറ്റർ ആയാലും അതോടൊപ്പം തന്നെ കോസ്റ്റ് സെൻറ്റർ ആയാലും ഓട്ടോണോമസ് സെൻറ്റേഴ്സ് ആണ് കേട്ടോ. ഓട്ടോണോമസ് സെൻറ്റേഴ്സ് ആണ്. പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു സെഗ്മെൻ്റ് ആണ്. അവിടെ ബോത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻസസും റെസ്പോൺസിബിൾ ആയിരിക്കും. Segment of activity of a business which is responsible for both revenue and expenses and discloses the profit of a particular segment of activity. അപ്പോൾ കോസ്റ്റ് സെൻറ്ററും പ്രോഫിറ്റ് സെൻറ്ററും നമ്മൾ പഠിച്ചു. ഇനി എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് എക്സാമ്പിൾ വരെ ഉണ്ട് കേട്ടോ, അവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. It is a unit of product or service or time in relation to which cost may be ascertained or expressed. The unit or base in terms of which costs are ascertained. ഏത് യൂണിറ്റിലാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതും എക്സ്പ്രസ് ചെയ്യുന്നതും അതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് യൂണിറ്റിൻ്റെ വേറെ പേരാണ് കോസ്റ്റ് ബേസ്. ഓക്കെ, കോസ്റ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ്, ക്വാണ്ടിറ്റി, എ സെല്ലിംഗ് യൂണിറ്റ്, എ ഗ്രൂപ്പ് ഓഫ് ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ് എക്സെട്ര. ഇവിടെ സിമ്പിൾ യൂണിറ്റ് ഉണ്ട്. സിമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം, പീസ് എന്നിവ. പിന്നെയോ കമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് യൂണിറ്റും വരുന്നുണ്ട്. കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ യൂണിറ്റ്സ്. ഇപ്പോൾ ടൺ, കിലോഗ്രാം അല്ലെങ്കിൽ പാസഞ്ചർ കിലോമീറ്റർ എന്നൊക്കെ വരുന്നത് കമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് യൂണിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് യൂണിറ്റ് എന്ന് വെച്ചാൽ ഏത് ബേസിലാണോ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, അതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടൺ ഇൻഡസ്ട്രിയിലെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബെയിലാണ്. BALE ബെയിലാണ്. അപ്പോൾ കോട്ടൺ ഇൻഡസ്ട്രിയിലെ കോസ്റ്റ് യൂണിറ്റ് ഏതാണ്? ബെയിൽ. ഇപ്പോൾ സിമെൻറ്റ് ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് യൂണിറ്റ് ഏതായിരിക്കും? പെർ ടൺ ആയിരിക്കും കേട്ടോ. സിമെൻറ്റിൻ്റെ ആണെങ്കിൽ പെർ ടൺ ആണ്. ക്യാൻറ്റീൻ്റെ ആണെങ്കിലോ ക്യാൻറ്റീൻ്റെ ഏതായിരിക്കും? 1 meal ആയിരിക്കും. ക്യാൻറ്റീൻ 1 meal ആയിരിക്കും. പിന്നെ ഹോട്ടൽസ് പറയുന്നത് ഗസ്റ്റ് നൈറ്റ് ആണ്. ഹോസ്പിറ്റലിൽ പെർ ബെഡാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്കറിയാം പവറിൻ്റെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? കിലോ വാട്ട് അവർ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏതിനാണോ അസർട്ടൈൻ ചെയ്യുന്നത്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, ആ യൂണിറ്റിനെ, ആ ബേസിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഉള്ളത് കുറച്ച് ടൈപ്സ് ആണ്. പല കോസ്റ്റുകളാണ് പറയുന്നത്. അപ്പോൾ ഓരോ കോസ്റ്റ് എന്താണ്? ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? സങ്ക് കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ്. പിന്നെ മാർജിനൽ കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ്, ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, അങ്ങനെ കുറച്ച് കോസ്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഒരു ബെനിഫിറ്റ് നമ്മൾ ഫോർഗോൺ ചെയ്യുകയാണ്, അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. അതായത് നമ്മുടെ ബിസിനസ്സിന് ഒരു ബിൽഡിംഗ് ഉണ്ട്, സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിശ്വസിക്കാം. നമ്മൾ ആ ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ചെയ്യണം, റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10,000 പെർ മന്ത് കിട്ടും. ഇപ്പം നമുക്ക് ഒരു വർഷത്തേക്ക് എത്ര കിട്ടും? 1,20,000 കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ബിസിനസ്സിൻ്റെ ഫർദർ ആക്ടിവിറ്റീസിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ആ ബിൽഡിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ആ റെൻ്റ് എന്ന ബെനിഫിറ്റ് നമ്മൾ ഫോർഗോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ബിൽഡിംഗ് എടുക്കുമ്പോൾ ആ റെൻറ്റിന് കൊടുത്ത ബിൽഡിംഗ് തന്നെയില്ല, അപ്പോൾ റെൻറ്റ് നമ്മളവിടെ മാറ്റിവെക്കുന്നു, റെൻറ്റ് ഫോർഗോ ചെയ്യുന്നു. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ വരുന്നത്. ഇനി സെക്കൻഡ് വൺ, സങ്ക് കോസ്റ്റ് എന്താണ്? സങ്ക് കോസ്റ്റിനെ ഇർറിക്കവറബിൾ കോസ്റ്റ് എന്നും പറയൂ കേട്ടോ. ഇർറിക്കവറബിൾ കോസ്റ്റ് എന്നും അറിയപ്പെടും സങ്ക് കോസ്റ്റ്.
അതായത് കോസ്റ്റ് ഇൻകോർഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹാസ് നോ ഇഫക്റ്റ് ഓൺ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. പണ്ടുണ്ടായ കോസ്റ്റാണ്, അതിൽ ഫ്യൂച്ചറായിട്ടൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഡിസിഷൻ മേക്കിങ്ങിൽ അത് എഫക്റ്റ് ചെയ്യില്ല, എഫക്റ്റ് ഒന്നും ഇല്ല എന്നതാണെങ്കിൽ അതിനെ നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇറിക്കവറബിൾ കോസ്റ്റ് എന്നും അറിയപ്പെടും കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ നോക്കും, പക്ഷേ അൺഡിപ്രീഷിയേറ്റഡ് വാല്യൂ, എക്സിസ്റ്റിംഗ് അസറ്റിൻ്റെ അൺഡിപ്രീഷിയേറ്റഡ് വാല്യൂ നമ്മൾ എടുക്കില്ല. അതിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. വെൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൻ അസറ്റ് ഈസ് അണ്ടർ കൺസിഡറേഷൻ ദ അൺഡിപ്രീഷിയേറ്റഡ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ് ഈസ് ദ സങ്ക് കോസ്റ്റ്. ഓക്കെ, അടുത്ത കോസ്റ്റാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ്. എന്താണ് നോഷണൽ എന്ന് പറയുന്നത്? ദോസ് കോസ്റ്റ് വിച്ച് അപ്പിയർ ഓൺലി ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ആർ നോഷണൽ കോസ്റ്റ് ഓർ നോഷണൽ ചാർജ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം കണ്ടുവരുന്ന കോസ്റ്റാണ് നോഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ ചാർജസ് എന്ന് പറയുന്നത്. നോഷണൽ റെൻറ്റ് ചാർജഡ് ഓൺ ബിസിനസ് പ്രെമിസസ് ഓൺഡ് ബൈ ദ പ്രൊപ്പറേറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ for which no interest has to be paid, etc. are notional charges. Then അടുത്തത് കൺവേർഷൻ കോസ്റ്റ്. It refers to the cost of changing or covering direct materials into partly or fully finished products or from one stage of production to the next. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽസിനെ നമ്മൾ ചേഞ്ച് ചെയ്യുക, ഡയറക്റ്റ് മെറ്റീരിയൽസിനെ നമ്മൾ പാർട്ട്ലി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആക്കുകയോ അല്ലെങ്കിൽ ഫുള്ളി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആക്കുകയോ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയലെ കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് മാറ്റുന്നതിനെയും കൺവേർഷൻ കോസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ആണ്. ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആക്കാൻ വേണ്ടി, ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓവർ ഹെഡ് എക്സ്പെൻസിൻ്റെ സമ്മാണ് ഇത് ഈ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് ദ കോസ്റ്റ് അറ്റ് വിച്ച് ദ മെറ്റീരിയൽ ഐഡൻറ്റിക്കൽ ടു ബി റീപ്ലേസ്ഡ് വുഡ് ബി പർച്ചേസ്ഡ് at the date of valuation. It is the cost of replacing an asset at any given point of time, either at present or in future. അതായത് ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അടുത്ത ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ ദ ഇവൻറ്റ്. ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ട് നമുക്കുണ്ടാവുന്ന ആ ഒരു ആക്ച്വൽ കോസ്റ്റിനെയാണ് എന്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. The cost which is ascertained after their incurrence are called historical cost. Such costs are available only when the production of a particular thing has already been done. നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ആ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന കോസ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് അത്ര ഹെൽപ്ഫുൾ അല്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇവൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ അസർട്ടൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് അത് കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് അത്ര ഹെൽപ്ഫുൾ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ കോസ്റ്റ് ബിറ്റ്വീൻ എ പർട്ടിക്കുലർ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് അനദർ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന കോസ്റ്റിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയാൽ അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഉണ്ട്, പിന്നെ ഏതാണ് ഡിക്രിമെൻ്റൽ കോസ്റ്റും ഉണ്ട്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇഫ് ദ ചേഞ്ച് ഇൻക്രീസസ് ദ കോസ്റ്റ്, കോസ്റ്റിനെ കൂട്ടുകയാണ്, ആ ചേഞ്ച് കോസ്റ്റിനെ കൂട്ടുകയാണെങ്കിൽ അതിന് ഇൻക്രിമെൻ്റൽ എന്നും, ആ ചേഞ്ച് കോസ്റ്റിനെ കുറയ്ക്കുകയാണെങ്കിൽ അതിനെ ഡിക്രിമെൻ്റൽ കോസ്റ്റും എന്നുമാണ് പറയുന്നത്. ഇനി അടുത്തത് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്തായിരിക്കും? ഒരു പുതിയ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന, ഇപ്പോൾ ഒരു ഇംപ്രൂവ്ഡ് മെത്തേഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അഡീഷണൽ കോസ്റ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഡീഷണൽ കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ കണക്ഷൻ വിത്ത് പ്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ ദ മാനുഫാക്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് ഉണ്ട് ഇംപ്രൂവ്ഡ് മെത്തേഡ്. അതാണ് എന്ത് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് പോസ്റ്റ്പോണബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്? These are the costs which can be postponed or shifted to a future date without affecting the efficiency of current operation. നമ്മുടെ ഓപ്പറേഷൻസിനെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ തന്നെ ഫ്യൂച്ചർ ഡേറ്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് പോസ്റ്റ്പോണബിൾ കോസ്റ്റ് എന്ന്
പറയുന്നത്. ഇപ്പോൾ കോസ്റ്റുകളാണ് നമ്മൾ ടൈപ്സ് ഓഫ് കോസ്റ്റുകളാണ് പഠിക്കുന്നത്. കോസ്റ്റുകളൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു 26 ടോട്ടൽ 26 കോസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. 26 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം, ഈ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് വേണം ബാക്കിയിലേക്ക് കടക്കാൻ. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി സ്പീഡിൽ പറയുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് സ്പീഡ് കൂടിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ച് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് ഷട്ട് ഡൗൺ കോസ്റ്റ്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും വരുന്ന കോസ്റ്റിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, സാലറി ടു സെക്യൂരിറ്റി സ്റ്റാഫ് ഒക്കെയാണ്. വിച്ച് കണ്ടിന്യൂ ടു ഒക്കർ ഈവൺ ആഫ്റ്റർ ഷട്ടിങ് ഡൗൺ ദ പ്ലാന്റ്. അതിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മാർജിനൽ കോസ്റ്റ് എന്താണ്? അത് അഡീഷണൽ കോസ്റ്റ് ആണ് അല്ലേ? മാർജിനൽ എന്ന് കേൾക്കുമ്പോൾ എന്തോർമ്മ വരുന്ന എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? അഡീഷണൽ. ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് വേരിയബിൾ കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ് ആണ് ഇത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് റിസർച്ച് കോസ്റ്റ്. റിസർച്ച് അതിൽ നിന്ന് തന്നെ കിട്ടും. എന്താണ് റിസർച്ച് കോസ്റ്റ്? ദ കോസ്റ്റ് ഓഫ് സീക്കിംഗ് ഓർ സെർച്ചിങ് ഫോർ ഇംപ്രൂവ്ഡ് ഓർ ന്യൂ പ്രൊഡക്ട്സ്, ന്യൂ ഓർ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ്. പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പുതിയ പ്രോഡക്ട്സ് കണ്ടുപിടിക്കുക, അത് ഇംപ്രൂവ് ചെയ്യുക, അതിനൊക്കെ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ റിസർച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അപ്പോൾ അതിനൊക്കെ നമുക്ക് വരുന്ന കോസ്റ്റാണ് റിസർച്ച് കോസ്റ്റ്. ദെൻ ക്യാരിയിങ് കോസ്റ്റ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റിൻ്റെ തന്നെ വേറൊരു പേരാണിത് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കോസ്റ്റ് എന്തായിരിക്കും? കോസ്റ്റ് ഇൻക്വേർഡ് ഓൺ ദ മെയിൻ്റനൻസ് ഓഫ് ഇൻവെൻ്ററി, ഒബ്സോളസൻറ്റ് കോസ്റ്റ് ഓഫ് മണി ലോക്ക്ഡ് അപ്പ് ഇൻ ദ ഇൻവെൻ്ററി ഒബ്സോളസൻറ്റ്, സ്റ്റോറേജ് സ്പേസ്, റെൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് സോഴ്സ് ഓപ്പറേഷൻ. നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു, ക്യാരി ചെയ്ത് വയ്ക്കുന്നു അല്ലേ? ഇപ്പോൾ ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന കോസ്റ്റ് എന്താണ്? അതൊക്കെയാണ് ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റിൽ വരുന്നത്. അടുത്തത് ഔട്ട് ഓഫ് സ്റ്റോക്ക് കോസ്റ്റ്. ദിസ് കോസ്റ്റ് ടേക്ക് പ്ലേസ് വെൻ എ സ്റ്റോക്ക് ഷോർട്ടേജ് ഒക്വർ. എപ്പോഴാണ്? ഷോർട്ടേജ് വരുമ്പോൾ, സ്റ്റോക്കിന് ഷോർട്ടേജ് വരുമ്പോൾ വരുന്നതാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ലോസ് ഓഫ് സെയിൽ, ലോസ് ഓഫ് ഗുഡ് വിൽ ഓൺ അക്കൗണ്ട് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അടുത്തത് ഓർഡറിംഗ് കോസ്റ്റ്. കോസ്റ്റ് ഇൻക്ലൂഡ് ഈച്ച് ടൈം ആൻഡ് ഓർഡർ ഫോർ എ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഓർഡർ പ്ലേസ് ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം. അങ്ങനെ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആർ എക്സ്പ്രസ്ഡ് ആസ് റുപ്പി കോസ്റ്റ് പെർ ഓർഡർ ആൻഡ് ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ആൻ ഐറ്റം ഇൻ ടു ദ ഫേംസ് ഇൻവെൻ്ററി. ദെൻ അർജൻറ്റ് കോസ്റ്റ്. അർജൻറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അർജൻറ്റായിട്ട് വേണ്ട കാര്യങ്ങൾ വരുമ്പോൾ വരുന്ന കോസ്റ്റ് അല്ലേ? കോസ്റ്റ് ടു ബി മെറ്റ് അർജൻറ്റ്ലി ടു അവോയ്ഡ് ഹാമ്പറിങ് ഓഫ് പ്രൊഡക്റ്റ് ലൈൻ. പ്രൊഡക്റ്റ് ലൈനിൽ ഒരു തടസ്സവും ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ മെറ്റ് ചെയ്യേണ്ട കോസ്റ്റിനെയാണ് ഇത് പറയുന്നത് അർജൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അർജൻറ്റായിട്ട് നമ്മളിത് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് ഡിസ്ക്രിഷണറി കോസ്റ്റ് അല്ലെങ്കിൽ മാനേജ്ഡ് കോസ്റ്റ് ഓർ പ്രോഗ്രാംഡ് കോസ്റ്റ് എന്നാണ് കേട്ടോ ഇവിടെ മാനേജ്ഡ് കോസ്റ്റ്. ഡിസ്ക്രിഷണറി കോസ്റ്റിൻ്റെ വേറെ പേരുകളാണ് മാനേജ്ഡ് കോസ്റ്റ് എന്നും പ്രോഗ്രാംഡ് കോസ്റ്റ് എന്നും. എന്താണ് ഡിസ്ക്രിഷണറി കോസ്റ്റ് എന്നറിയപ്പെടുന്നത്? ഫിക്സഡ് കോസ്റ്റ് ദാറ്റ് അറൈസ് ഫ്രം പീരിയോഡിക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ദാറ്റ് ഡയറക്റ്റ്ലി റിഫ്ലക്റ്റ് ടോപ്പ് മാനേജിങ് പോളിസി. അതായത് ഓരോ പീരിയോഡിക് ഡിസിഷൻസിൽ വരുന്ന ഫിക്സഡ് കോസ്റ്റ് അത് ടോപ്പ് മാനേജിങ് പോളിസിയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഡിസ്ക്രിഷണറി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഐഡിയൽ ഫെസിലിറ്റി കോസ്റ്റ്. It is the cost of abnormal idleness of fixed asset or available services. അതായത് ഫിക്സഡ് അസറ്റിൻ്റെയൊക്കെ എന്താ ഐഡിൽനെസ് എന്ന് വെച്ചാൽ അലസത എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള ഐഡിൽനെസ്സിനാണ് നമ്മൾ ഐഡിയൽ ഫെസിലിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ അവൈലബിൾ സർവീസസിന് ഉണ്ടാകുന്ന അബ്നോർമൽ അലസത. ഓക്കെ, അടുത്തത് നോർമൽ കോസ്റ്റും അബ്നോർമൽ കോസ്റ്റും. നോർമൽ കോസ്റ്റ് വിച്ച് ഈസ് നോർമലി ഇൻക്വേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു പാർട്ടാണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു പാർട്ടാണ്. അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് നോർമലി ഇൻക്വേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്.
ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ സാധാരണയായിട്ട് വരാത്തതാണ് ഇത് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബട്ട് ചാർജഡ് ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് കൺട്രോളബിൾ കോസ്റ്റ് എന്നതാണ്. അൺകൺട്രോളബിൾ കോസ്റ്റ് എന്താണ്? കൺട്രോളബിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും അർത്ഥം? ഒരാളുടെ അല്ലെങ്കിൽ ഒരു മെമ്പറിൻ്റെ, ഒരു ഓർഗനൈസേഷനിലെ ഒരു മെമ്പറിൻ്റെ ഒരു ആക്ഷൻ കൊണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് എ സ്പെസിഫൈഡ് മെമ്പർ ഓഫ് ആൻ അണ്ടർടേക്കിംഗ്. ദിസ് കോസ്റ്റ് ക്യാൻ അറ്റ്ലീസ്റ്റ് ബി പാർട്ട്ലി വിത്തിൻ ദ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും. അതാണ് കൺട്രോളബിൾ. അപ്പോൾ അൺകൺട്രോളബിൾ എന്ന് പറയുന്നത് എന്താണ്? These are the costs which are not to be influenced by the action of a specified member. Such costs are not within the control of the management. Managementന്റെ കൺട്രോളിലായിരിക്കില്ല. എക്സാമ്പിൾ നോക്കി, ഫിക്സഡ് പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, പേയ്മെൻറ്റ് ഓഫ് മാനേജീരിയൽ സാലറീസ് ഒക്കെ ഇതിൽ വരും. അൺകൺട്രോളബിൾ കോസ്റ്റ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്. ഇനി പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്താ? നമ്മൾ അഡ്വാൻസ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന കോസ്റ്റിനെയാണ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. These are computed in advance of production, taking into consideration the previous cost and the factors affecting such cost. Previous cost വെച്ചിട്ട് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്ന കോസ്റ്റാണ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. ഇനി എന്താണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? Estimated cost is the probable cost of production, a product or rendering a service. Estimate of cost of a product is prepared on the basis of actual cost incurred in similar job. നമ്മളൊരു എസ്റ്റിമേഷൻ നടത്തുവാണ്, ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോബബിൾ എത്ര കോസ്റ്റ് വരും എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, ആ കോസ്റ്റിന്. ഓക്കെ, ഇനി എന്താണ് ബഡ്ജറ്റഡ് കോസ്റ്റ് എന്ന് നോക്കാം. These are the estimates of expenditure for different phases of business operations such as manufacturing, administration, sales, research and development, etc. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഓരോ ബിസിനസ്സിൻ്റെ ഓരോ ഫേസസിലും എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ആണ്, ഇപ്പോൾ മാനുഫാക്ചറിങ്ങിൽ എന്ത് വരുന്നു, സെയിൽസിൽ എന്ത് എക്സ്പെൻഡിച്ചർ വരുന്നു, അതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് ടൈപ്പിൽ ലാസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ് അല്ലേ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണെന്നുള്ളത് പഠിക്കണം, നമുക്കത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ബേസ്ഡ് ഓൺ എ ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ഫോർ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് ഫോർ എ സെലക്റ്റഡ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ഫോർ എ പ്രിസ്ക്രൈബ്ഡ് സെറ്റ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ. ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ്. അതായത് it is a determination of the cost of production in advance of the production process. Cost of production നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു, അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് എത്ര എണ്ണം ഉണ്ട്? 26 കോസ്റ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതൊക്കെ ആ നെയിമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും അത് കേൾക്കണം, കാരണം ഏതെങ്കിലും ഒരു MCQ രീതിയിൽ ഇതൊക്കെ വരാം അല്ലേ. നോർമൽ കോസ്റ്റ്, അബ്നോർമൽ കോസ്റ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കോസ്റ്റ്, കുറച്ച് ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ് കാണാൻ മറക്കരുത്, അതെല്ലാവരും കാണുക. അതിൽ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ മാർജിനൽ കോസ്റ്റ് ഒക്കെ ആയാലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് കോസ്റ്റിങ്ങും അതിൽ പറയുന്നുണ്ട്, ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല. അപ്പോൾ അതെന്തായാലും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ട് 1 ആയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഇൻട്രൊഡക്ഷനായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് എല്ലാവരും ഈ ക്ലാസ് കണ്ടു പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടാതെ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഞാൻ ഒന്നും കൂടി പറയുന്നു, ആ വീഡിയോയും കൂടി കാണുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, അതും കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യും. അതിനു മുമ്പ് ഈ 2 ക്ലാസ്സുകളും എല്ലാവരും നന്നായി കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.